സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ക്ലാസ്സിലേക്ക് സ്വാഗതം. 100 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അതിലെന്തെങ്കിലും സംശയ നിവാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുക. ബാക്കി എന്തെങ്കിലും പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയുക. ഇതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേൾക്കാമല്ലോ അല്ലേ? എല്ലാവരും കേൾക്കുന്നില്ലേ? കേൾക്കാം. ഒരു സംശയം. ഇതിനു മുമ്പ് നമ്മൾ സരസ്വതിയുടെ ഉത്ഭവം പറഞ്ഞ സമയത്ത് 4 കർത്തവ്യങ്ങൾ ബ്രഹ്മാവിന്റെ മുമ്പിൽ ജനിച്ച കുട്ടിയെ ഏൽപ്പിച്ചു എന്ന്. അതിൽ ഒന്ന്, മകളായി ജനിച്ച കുട്ടിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ഇത് ഏറ്റവും വലിയൊരു തെറ്റാണല്ലോ. ഇതാണ് ഒരു സംശയം. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്നത് 4 ശിരസ്സുകൾ, 4 തലയുള്ള ബ്രഹ്മാവ് അറിവിൽ നിന്ന് പ്രകടമായതാണ്. ആ ബ്രഹ്മാവിന്റെ ചൈതന്യം അത് സ്വയംഭൂ ചൈതന്യം. ബ്രഹ്മാവ് സ്വയം ഭവിച്ചതാണ്, ജനിപ്പിച്ചതല്ല. അപ്പൊ ബ്രഹ്മാവിന് ശരിക്കും ഒരു പിതാവ് ഇല്ല. ബ്രഹ്മാവിന്റെ പിതാവ് തന്നെയാണ്. ഈ 4 തലകൾ എന്ന് പറയുന്നത്, ശിരസ്സുകൾ, ഇത് 4 ഓരോ മനസ്സുകളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഇമോഷണൽ, ഇന്റലക്ച്വൽ, ഈഗോ, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഇത് മലയാളത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുമ്പോൾ ഇത് സ്വയംഭൂ ചൈതന്യത്തിൽ നിന്നും പലതരത്തിലുള്ള മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ 4 മനസ്സുകളാണ് ബ്രഹ്മാവിന്റെ തല. അപ്പോൾ ആ മനസ്സുകൾ അറിവാകുന്ന സരസ്വതിയുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് കൈവല്യം കിട്ടുന്നു, അല്ലെങ്കിൽ ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ ഐശ്വര്യം ലഭിക്കുന്നു. ആ കഥയുടെ പുറകെ പോവുകയാണെങ്കിൽ ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ സാധ്യമാണ്. ഇത് വലിയൊരു ചോദ്യമാണ്. സ്വന്തം മകളെ എങ്ങനെയാണ് ഒരു പിതാവ് ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത്? അപ്പൊ കഥകൾക്ക് പുറകിൽ ഒരു തത്വം, ആ പൊരുളാണ് നമ്മൾ അറിയേണ്ടത്. ഈ ഭാര്യയില്ലാത്ത ബ്രഹ്മാവിന് എങ്ങനെയാണ് മകളുണ്ടാവുന്നത്? സ്വയംഭൂ ചൈതന്യമായിരിക്കുന്ന ബ്രഹ്മാവ് ജനിച്ചതിന് ശേഷം ആ സമയത്ത് ഭാര്യയില്ല. ചിന്തിച്ച് ധ്യാനനിമഗ്നായ സമയത്താണ് ഈ കുട്ടി ജനിക്കുന്നത്. അപ്പൊ അത് അറിവിന്റെ പ്രകാശമായിട്ടാണ് കുട്ടി ജനിച്ചത്. മറ്റേ മനുഷ്യൻ ഒരു സന്താനോത്പാദനം ചെയ്യുന്ന തരത്തിൽ ഇവിടെ നമ്മൾ ചിന്തിക്കരുത്. പിന്നെ പട്ടമഹിഷി എന്ന് പറയുന്നതിൽ അത് കൂടുതൽ മനസ്സിലായില്ല. ഒരു ചോദ്യം ചോദിച്ചു. ബ്രഹ്മാവിന്റെ പട്ടമഹിഷി, ആ ദേവിയെ പരബ്രഹ്മത്തിന്റെ പട്ടമഹിഷിയായിട്ട് പറഞ്ഞു. ഇതൊരു കവി സങ്കല്പത്തിലാണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത്. 98ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ അതിന്റെ ഭക്തിയുടെ തീവ്രത കൂടി വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് കവിക്ക് എന്താണ് പറയാൻ പാടില്ലാത്തത് പലതും കവി പറഞ്ഞു പോകും. പട്ടമഹിഷി, ബ്രഹ്മത്തിന് പട്ടമഹിഷി ഒരു ഭാര്യയുണ്ടോ? അപ്പൊ അവിടെയും ഇത് തന്നെയാണ്. അത് അങ്ങനെ കവി സങ്കല്പിച്ചിരിക്കുകയാണ്. അവിടെ ഋഷീശ്വരന്മാരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. കവികൾക്ക് ലൈസൻസ് ഇല്ല. എന്തും കവികൾ പറയുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇനി പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെ പറ്റി പറയാൻ ഉണ്ടായിരുന്നു. ഇത് പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ആചാര്യന്മാരുടെ ദൃഷ്ടിയിൽ പറയുന്നതല്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ചില ശ്ലോകങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആദ്യത്തെ ശ്ലോകം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ശിവശബ്ദമാണ് ആദ്യം പ്രയോഗിച്ചത്. ശിവനാണ് പ്രാധാന്യം കൊടുത്തത് ശങ്കരാചാര്യൻ. ദേവിയെ പറ്റി കൃതി എഴുതിയ സമയത്തും ശിവശക്തിയായുക്ത. ഇവിടെ 3 പേരാണ് ഈ ശ്ലോകത്തിൽ. ഒന്ന് ശിവൻ, ഒന്ന് ശക്തി, ഒന്ന് പുണ്യം ചെയ്യാത്ത ഭക്തൻ. എല്ലാവരും വേറെ വേറെയാണ്. ഈ 3 പേര് സെപ്പറേറ്റ് ആയിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. പുണ്യം ചെയ്യാത്ത ഭക്തനും ചൈതന്യവത്ത് തന്നെയാണ്. ഈ 3 പേരും ഒരുമിച്ച് കൂടിച്ചേരുകയാണ് 100ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ ഇതിന് ഏറ്റവും പ്രാധാന്യമുള്ള ശ്ലോകമാണ് 1ാമത്തെ ശ്ലോകം. പിന്നെ 11ാമത്തെ ശ്ലോകം ചതുർഭി ശ്രീകണ്ഠൈഹി. ശ്രീചക്രത്തിന്റെ നിരൂപണം, വിശദീകരണമാണ് ആ ശ്ലോകം.
20ാമത്തെ ശ്ലോകം കിരന്തി മങ്കേത്യ. അതിൽ മൃതസഞ്ജീവനി പ്രയോഗം രഹസ്യമായിട്ട് ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ശ്ലോകം നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് രോഗങ്ങളോ ദൃഷ്ടിദോഷമോ വാഗ്ദോഷമോ സംഭവിക്കുന്നില്ല. അത് പ്രധാനം തന്നെയാണ്. 22 ഭവാനിത്വം ദാസേ. അവിടെ ഉപനിഷത്ത് വാക്യം അഹം ബ്രഹ്മാസ്മി തത്വമസി അത് രഹസ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഭക്തൻ പറഞ്ഞതൊന്നാണ്, ദേവി കേട്ടത് വരുന്നു. ഭക്തൻ പറഞ്ഞ ഒരു വിഷയം ദേവി അത് തെറ്റിദ്ധരിച്ച് ഭക്തന് നല്ല ഗുണങ്ങൾ കൊടുത്തു. ഇപ്പൊ ഒരു കോടീശ്വരന്റെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരൻ വന്ന് ചോദിച്ചു, യാചിക്കുകയാണ്, 100 രൂപ തരണേ. ഈ 100 എന്ന് ഭിക്ഷക്കാരൻ പറഞ്ഞത് ലക്ഷം എന്ന് കോടീശ്വരൻ കേട്ടു കഴിഞ്ഞാൽ സന്മനസ്സുള്ള കോടീശ്വരൻ 1,00,000 രൂപ കൊടുക്കും. ഇതുപോലൊരു സംഭവമാണ് ഭവാനിത്വം ദാസേ. ഒന്ന് നാമപദം പറഞ്ഞു, അത് ക്രിയയായിട്ട് സങ്കല്പിക്കേണ്ടി, അല്ലെങ്കിൽ ക്രിയ പറഞ്ഞത് നാമമായിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അത് പ്രധാന ശ്ലോകം. 27 ജപോ ജൽപ്പ. ജൽപ്പിക്കുന്നത് എല്ലാം ജപമായി തീരട്ടെ. ദേഷ്യം കയറി നമ്മൾ പറയണം, ഒന്ന് പുറത്തു പോകും മകനെ, അതും ജപമാകണേ ദേവി. ദേഷ്യത്തോടു കൂടിയോ സങ്കടത്തോടു കൂടിയോ ചിരിച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ഞാൻ എന്തെല്ലാം ആരുടെ മുമ്പിൽ പറയുന്നുവോ ഇത് മുഴുവനും ജപമായി തീരട്ടെ. 30 സ്വദേഹോദ്ഭൂത. ദേവിയെ എല്ലായ്പ്പോഴും ഞാൻ തന്നെയാണ് ദേവി, ഞാൻ തന്നെയാണ് ദേവി എന്ന് സങ്കല്പിക്കുന്ന ശ്ലോകം. തൃശ്ശൂര് ശങ്കരഭാരതി സ്വാമികൾ വന്ന സമയത്ത് സത്സംഗമുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ കൂടിച്ചേർന്ന ഒരു സത്സംഗമായിരുന്നു തൃശ്ശൂർ സംഭവിച്ചത്. ഇത്രയും പേര് വേറെ ഏത് ജില്ലയിൽ നിന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പ്രധാന സംഘാടകൻ ഷൺമുഖാനന്ദൻ ചേട്ടനായിരുന്നു. അവിടെ പോകുവാനുള്ളൊരു അവസരം കിട്ടി. ആ സമയത്ത് അദ്ദേഹം പല ശ്ലോകങ്ങളെ പറ്റിയും വിശദീകരിച്ച് തന്നിരുന്നു, പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ. അപ്പോൾ ഒരു സംശയം ഞാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തവസ്ഥന്യമന്യേ എന്ന ശ്ലോകത്തിലെ ദ്രവിഡ ശിശു ആരാണ്? അത് ശങ്കരാചാര്യരാണോ തിരുജ്ഞാന സംബന്ധരാണോ? അങ്ങനെ ഒരു ചോദ്യം അതായിരുന്നു ഞാൻ എഴുതി കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ശങ്കരാചാര്യർ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2ാമത്തെ ശ്ലോകം ഞാൻ എഴുതി കൊടുത്തത് 100 ശ്ലോകങ്ങളിൽ വെച്ച് സ്വാമിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാണ്? അപ്പോൾ സ്വാമിജി പറഞ്ഞു, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, 100 ശ്ലോകങ്ങളും എനിക്ക് ഒരുപോലെ ഇഷ്ടം തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, പക്ഷേ എന്നാലും ഒരു ശ്ലോകം എനിക്ക് താല്പര്യമുള്ള ശ്ലോകം, അതാണ് സ്വദേഹോദ്ഭൂത. ഒരു സന്യാസി എന്ന രൂപത്തിൽ എനിക്ക് മറുപടി പറയണമെങ്കിൽ, ഞാനൊരു സന്യാസിയാണ്, ആ സന്യാസിയുടെ മറുപടി ഇതാണ്, സ്വദേഹോദ്ഭൂത. 30ാമത്തെ ശ്ലോകം. അവിടെ ഞാനും ദേവിയും ഒന്ന് തന്നെ എന്ന ഭാവനയാണ് ആ പ്രാധാന്യം കൊടുക്കുവാനുള്ള കാര്യം. 57ാമത്തെ ശ്ലോകം ദൃശാദ്രാഘീയസ്യ. ദൂരത്തിൽ കഴിയുന്ന എന്നെ കൃപയാൽ സ്നാനം ചെയ്യട്ടെ. ഞാൻ ഭാരതത്തിലല്ല, ഞാൻ വേറെ രാജ്യത്താണ് ഇരിക്കുന്നത്, ദേവിയുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നില്ല, എന്നാലും എന്നെ കൃപ കൊണ്ട് സ്നാനം ചെയ്യട്ടെ. 66 വിഭഞ്ച്യ ഗായന്തി. സംഗീതം. ഈ ശ്ലോകം സംഗീത വിദ്യാർത്ഥികളും സംഗീത അധ്യാപകരും നിത്യവും ഏതെങ്കിലും ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തി നിത്യവും സാധകം ചെയ്യുകയാണെങ്കിൽ അത് സംഗീത സിദ്ധി വളരെ എളുപ്പം പ്രാപിക്കാൻ പറ്റും. 75 തവ സ്തന്യം മന്യേ. അമ്മ പാല് കൊടുത്ത ശ്ലോകമാണ്. ഭൂമിയിൽ ജനിച്ച ബാലശങ്കരന് അല്ലെങ്കിൽ തിരുജ്ഞാന സംബന്ധർക്ക്, അത് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സങ്കല്പിക്കാം, നേരിട്ട് അമ്മയുടെ മുലപ്പാൽ കൊടുത്തതിന് ശേഷം പണ്ഡിതനാക്കി മാറ്റിയ ശ്ലോകം. 99ാമത്തെ ശ്ലോകം സരസ്വത്യ ലക്ഷ്മിയ. ഇത് ഫലശ്രുതിയാണ്. 100 ശ്ലോകങ്ങളുടെ ഫലശ്രുതി 99ാമത്തെ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ എഴുതി വെച്ചിരിക്കുകയാണ്. ദേവി ഭക്തന് സരസ്വതി വിദ്യ തരുന്നു, മഹാലക്ഷ്മി സമ്പത്ത് തരുന്നു, മനോഹരമായ രതീദേവിയുടെ സൗന്ദര്യം കിട്ടുന്നു. ഇത് ഇഹലോക സുഖം. ഇനി പരലോക സുഖം. ചിരങ്കാലം ജീവിച്ച്
പരമാനന്ദം അല്ലെങ്കിൽ പരാനന്ദം അനുഭവിക്കുന്നു. 99 ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൊന്ന്. 100ാമത്തെ ശ്ലോകം പ്രദീപജ്വാലാഭിഹി. ഉപാസകൻ, ഉപാസ്യ ദേവത, ഉപാസിക്കുവാനുള്ള ഉപകരണം, ഉപാസനാ സമ്പ്രദായം എല്ലാം കൂടി ഒത്തുചേരുന്ന ശ്ലോകം. ആദ്യത്തേതിൽ 3 പേരായിരുന്നു. ഇവിടെ ഈ 3 പേരും കൂടി ഒത്തുചേർന്നിരിക്കുന്ന ശ്ലോകമാണ്. ഇവിടെയാണ് ചതുർവിധ ഐക്യസന്ധാനം. അത് ഒരു അമ്മ ചോദിച്ചിട്ടുണ്ട്, ചതുർവിധ ഐക്യസന്ധാനം എന്താണ്? ഇവിടെ ഋഷി, ദേവത, മന്ത്രം, ഭക്തൻ. ഋഷിയും ദേവതയും മന്ത്രവും ഭക്തനും ഒരുമിച്ച് ചേരുന്നതാണ് ചതുർവിധ ഐക്യസന്ധാനം. ഋഷി തുല്യനായിരിക്കുന്ന കവി, ജഗദ്ഗുരു ശങ്കരാചാര്യൻ. ദേവത സാക്ഷാൽ പാർവതി അല്ലെങ്കിൽ ആ ശാംഭവി, ശിവ, പല പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. മന്ത്രം എന്ന് പറയുന്നതാണ് മന്ത്രഘടിതമായിരിക്കുന്ന 100 ശ്ലോകങ്ങൾ, സ്തോത്രമെന്ന്. ഭക്തനാണ് ദേവിയെ ഉപാസിക്കുന്നത്. ഇവര് 4 പേരും പ്രദീപജ്വാലാഭിർ എന്ന ശ്ലോകത്തിന്റെ ആ പൂർണ്ണതയോടുകൂടി 100 ശ്ലോകം പൂർണ്ണമാക്കുമ്പോൾ ഒരുമിച്ച് ചേരുന്ന ആ ഒരു സാധന സമ്പ്രദായമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബ്രഹ്മത്തിന് ലിംഗഭേദമില്ലല്ലോ, പട്ടമഹിഷി സങ്കല്പം. അത് 98ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. വിശ്വം ഭ്രമിപ്പിക്കുന്ന മഹാമായ എന്നർത്ഥത്തിലാണ് പ്രയോഗിച്ചത്. ബ്രഹ്മപത്നി സരസ്വതി, ഹരിപത്നി മഹാലക്ഷ്മി, ശിവപത്നി പാർവതി. ഇത് സാമാന്യേന പറയുന്നു. ഇതിലും ഉപരിയായിട്ട് കവിക്ക്, ആചാര്യ ഭഗവത് പാദർക്ക് തോന്നുകയാണ് തുര്യയായിരിക്കുന്ന ഒരു അനിർവചനീയയായ പട്ടമഹിഷിയെ പോലെ. ഋഷീശ്വരന്മാർക്ക് ഇങ്ങനെ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല, കവിക്ക് തോന്നിയതാണ് കവി പറഞ്ഞിരിക്കുന്നത്. തീവ്രമായിരിക്കുന്ന ഭക്തി കൂടിക്കൂടി വരുന്ന സമയത്ത് ദേവതയുണ്ട്. ദേവതയെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കും. ഇത് ഭക്തിയോട് കൂടിയ കവികളുടെ സ്വഭാവം. ശ്രീനാരായണ ഗുരുദേവനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ കീർത്തനം എന്നൊരു ശ്ലോകം, ഒരു കൃതി ഗുരുദേവൻ എഴുതി വെച്ചിട്ടുണ്ട്. 15 ശ്ലോകമാണ്. ഇതില് 14ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ശിവനെ പരിഹസിച്ചുകൊണ്ട്, സുബ്രഹ്മണ്യനെ പരിഹസിച്ചുകൊണ്ട്. സ്വയം പരിഹാസവും ചെയ്തിരുന്നു ഗുരുദേവൻ. ആ ശ്ലോകം തുടങ്ങുന്നത് എച്ചിൽ ചോറുണ്ട പുള്ളിക്ക് ഇനി ഒരു മകനാം നീ ഇരപ്പാളി, ഞാനോ പിച്ചക്കാർ. എച്ചിൽ ചോറുണ്ട പുള്ളി, ഭിക്ഷാടനം ചെയ്ത് ഇങ്ങനെ ആളുകളുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള എച്ചിൽ തിന്ന അല്ലയോ പരമശിവന്റെ മകനായിരിക്കുന്ന ഇനി ഒരു മകനാം നീ ഇരപ്പാളി. ഇരപ്പാളി എന്ന് തന്നെയാണ് ഗുരുദേവൻ സുബ്രഹ്മണ്യനെ വിളിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഗുരുദേവൻ സ്വയം പറഞ്ഞത് ഞാനോ പിച്ചക്കാരൻ, നിന്റെ മുമ്പിൽ ഞാൻ പിച്ചക്കാരനാണ്, നീ ഭിക്ഷ എടുത്തവനാണ്, നീ പിച്ചക്കാരനാണ്, നിന്റെ മകൻ ഇരപ്പാളിയാണ്. ഇങ്ങനെ ഗുരുവിന് പറയാമോ? അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഭക്തി കൂടി വരുന്ന സമയത്ത് ദേവതമാരെ എന്തും വിളിച്ചു പറയുവാനുള്ളൊരു മാനസിക ഭാവമുണ്ടാകും. ഇത് നമ്മൾക്കും സംഭവിക്കാവുന്നതാണ് ഭക്തി കൂടി വരുന്ന സമയത്ത്. ഓരോ ശ്ലോകത്തിലും 100 ശ്ലോകത്തിലും പ്രത്യേകം ഫലങ്ങൾ പറയുന്നു. ഇത് നമ്മൾ ഈ ഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ദേവിയെ വിളിക്കണോ വേണ്ടയോ, അതാണ് ഏറ്റവും പ്രധാന വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ ഫലശ്രുതി പറയുന്നു. വാക്സാമർഥ്യമുണ്ടാകുവാൻ വേണ്ടി, മാറിടത്തിൽ മുലപ്പാൽ വർദ്ധിക്കുവാൻ വേണ്ടി, സുഖപ്രസവം ഉണ്ടാകുവാൻ വേണ്ടി, ജയിൽ നിന്ന് മോചനം ഉണ്ടാകുവാൻ വേണ്ടി, കാരാകാര ബന്ധനം അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി. ഇങ്ങനെ 100 ശ്ലോകത്തിനും ഭൗതികമായിരിക്കുന്ന ഫലശ്രുതി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഫലശ്രുതിയുടെ പുറകെ പോകേണ്ട. നമ്മുടെ ആവശ്യം ദേവിക്ക് അറിയാലോ. സംഗീതത്തിന് ഞാൻ പഠിച്ചിട്ടില്ല ദേവി, എനിക്ക് സംഗീത സിദ്ധി ആവശ്യമാണ് എന്ന് ദേവിക്കറിയാം. അപ്പോൾ ആവശ്യം ഉന്നയിക്കാത്തപ്പോൾ പെട്ടെന്ന് ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദേവിയോട് പ്രാർത്ഥന ചെയ്യരുത്. ഇതൊരു ധർമ്മമാണ്. ധർമ്മ ഏവഹി ബോദ്ധവ്യ. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതിയിൽ ധർമ്മ എന്ന വ്യാഖ്യാനത്തിൽ പറയുന്നു, ധർമ്മ ഏവഹി ബോദ്ധവ്യ.
ധർമ്മത്തെ ആദ്യം നിങ്ങൾ ബോധിക്കുക. മന്തവ്യ, അത് മനനം ചെയ്തുകൊണ്ടേയിരിക്കുക. കർമ്മകൂടിഷു, കോടിക്കണക്കിന് കർമ്മങ്ങളാണ് ചെയ്തു തീർക്കുവാനുള്ളത്. അനുഷ്ഠേയ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം അനുഷ്ഠിക്കുക. ഉപദേഷ്ടവ്യ, നിങ്ങളുടെ പരമ്പരകൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. തലമുറയ്ക്ക്, ഇനി മക്കള് അവരുടെ മക്കളായിട്ട് ഇന്നലെ ജനിച്ചുകൊണ്ടേയിരിക്കുന്നവർക്കും ഈ ധർമ്മം പറഞ്ഞു കൊടുക്കുക. ആ ഹിന്ദു ധർമ്മത്തെ, ആ ഹിന്ദു ധർമ്മത്തിന് അത് അംഗീകരിച്ചു പോകണമെങ്കിൽ ദേവതയുടെ അനുഗ്രഹമില്ലാതെ പറ്റില്ല. 5 തരത്തിലാണ് ദേവത അനുഗ്രഹിക്കുന്നത്. അതിന്റെ പേരാണ് 5 തരം മുക്തി. സാലോക്യം, സാമീപ്യം, സാഷ്ടി, സാരൂപ്യം, സായുജ്യം. ദേവതയുടെ ലോകത്ത് വസിക്കുന്നത് സാലോക്യമുക്തി, ദേവതയുടെ സമീപത്ത് സാമീപ്യമുക്തി, ദേവതയുടെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി സമാന ഐശ്വര്യത്തോടുകൂടി വസിക്കുന്നത് സാഷ്ടിമുക്തി, ദേവതയുടെ സ്വരൂപത്തോടുകൂടി വസിക്കുന്നത് സാരൂപ്യമുക്തി, ദേവതയുടെ ശരീരത്തിന്റെ അകത്ത് വർത്തിക്കുന്നത് സായുജ്യമുക്തി. ആ സായുജ്യമുക്തി എങ്ങനെയാണ് എന്ന് രാമകൃഷ്ണ പരമഹംസൻ ഒരു ഉദാഹരണത്തിൽ പറയുന്നുണ്ട്. ഒരു ബീച്ചിൽ പോയി നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഉപ്പ് നിർമ്മിതമായ ഒരു പാവ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ടായിരുന്നു. ഞാൻ ഈ കടലിൽ ഒന്ന് മുങ്ങി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപ്പ് നിർമ്മിതമായിരിക്കുന്ന ജീവനുള്ള പാവയാണെന്ന് സങ്കല്പിക്കുക. ഉപ്പ് പാവ കടലിൽ ഇറങ്ങിയതിന് ശേഷം തിരിച്ചു വന്നില്ല, കടലിൽ ലയിച്ചു ചേർന്നു പോയി. അതുപോലെയാണ് ഈ സായുജ്യമുക്തി. കടലാകുന്ന ദേവതയുടെ ശരീരത്തിൽ ഭക്തയാകുന്ന അല്ലെങ്കിൽ ഭക്തനാകുന്ന ഉപ്പുപാവ ലയിച്ചു ചേർന്നതുപോലെ ദേവതയുടെ ശരീരത്തിൽ ലയിച്ച്, യുജ് എന്ന് പറഞ്ഞാൽ യോജിക്കുക, കൂടിച്ചേരുക എന്നർത്ഥം. അതാണ് സായുജ്യമുക്തി. സായു ദീർഘം ഉപയോഗിക്കരുത്, ഹ്രസ്വപദമാണത്. അത് സംഗീതാത്മകമായിട്ട് ചൊല്ലുന്ന സമയത്ത് സായുജ്യം എന്ന് തെറ്റി പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഭാരതഭൂമിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. മാതാ അമൃതാനന്ദമയോട് വിദേശീയരായ ഭക്തന്മാരോട് 2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അമ്മേ, ഈ ജന്മത്തിൽ ഞങ്ങൾ അമേരിക്കയിൽ ജനിച്ചു പോയി, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭാരതത്തിൽ ജനിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു ചോദ്യം. മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഞങ്ങൾ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു പോയി അമ്മേ, ഇനി ഹിന്ദുവായിട്ട് ജനിക്കണമെങ്കിൽ ഞങ്ങൾ ഈ ജന്മത്തിൽ എന്താണ് ചെയ്യുന്നത്? ഈ 2 ചോദ്യങ്ങൾ എപ്പോഴും അമ്മയുടെ ജീവിതത്തിൽ വരാറുണ്ടെന്ന് അമ്മ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി എന്നാണ് അറിഞ്ഞത്. ശതജന്മ തപകൃത്വ ജന്മേതം ഭാരതീയ ലഭേത്. വ്യാസമഹർഷി പുരാണത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ശതജന്മം 100 ജന്മം തപകൃത്വ, തപസ് ചെയ്താൽ മാത്രമേ ഭാരതത്തിൽ ജനിക്കുകയുള്ളൂ. ആ ഭാരത ഭൂമിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. മുക്തി പേരുകൾ ഒന്നുകൂടി പറയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതെന്ന് പറയുന്നു. സാലോക്യമുക്തി, സാമീപ്യമുക്തി, സാർഷ്ടിമുക്തി, സാരൂപ്യമുക്തി, സായുജ്യമുക്തി. ഏത് മുക്തി വേണമെങ്കിലും ആവശ്യപ്പെടാം. എന്നാലും പ്രാധാന്യം കൊടുക്കുന്നത് സായുജ്യമുക്തിക്കാണ്. സാലോക്യ, സാമീപ്യ, സാർഷ്ടി, സാരൂപ്യ, സായുജ്യം. ഭാരതം കർമ്മഭൂമിയായിട്ടാണ് പറയുന്നത്. റഷ്യ, ചൈന, അമേരിക്ക ഭോഗഭൂമിയാണ്. നമ്മുടെ ഭൗതികതയ്ക്കാണ് പ്രാധാന്യം, ആധ്യാത്മിക പ്രാധാന്യം ഭാരതത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിലും ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് 2 ഗുരുക്കന്മാർ ജനിച്ചത്. ഒന്ന് 1200 വർഷങ്ങൾക്ക് മുമ്പ് ജഗദ്ഗുരു ശങ്കരാചാര്യൻ, അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവൻ. മന്ത്രസിദ്ധിക്കാണ് കേരളത്തിന് പ്രാധാന്യം. ദേവി ഭക്തന്മാർ എപ്പോഴും ദേവിയോട് കൂടി ചേർന്ന് തന്നെ പോകണം. അവർ വിഷ്ണു സഹസ്രനാമത്തിലോ ശിവസഹസ്രനാമത്തിലോ പ്രാധാന്യം കൊടുക്കരുത്. ശിവഭക്തന്മാർ പഞ്ചാക്ഷര മന്ത്രത്തിന് പ്രാധാന്യം. വിഷ്ണു ഭക്തന്മാർ ദേവിയുടെ പുറകെ പോകണ്ട, ശിവന്റെ പുറകെ പോകരുത്. വിഷ്ണുനാമ സഹസ്രാച്ച ശിവനാമൈകമുത്തമം. ഇതാണ് ദേവി ഭക്തന്മാർ മനസ്സിലാക്കേണ്ടത്. വിഷ്ണു സഹസ്രനാമത്തിൽ നിന്നും ശിവനാമൈകമുത്തമം, ശിവന്റെ ഒരു നാമമാണ് ഉത്തമമായിട്ടുള്ളത്. ശിവനാമ സഹസ്രാച്ച ദേവ്യാഹ നാമൈകമുത്തമം.
ദേവ്യാഹ നാമൈകം ഉത്തമം. ശിവന്റെ 100 നാമങ്ങളിൽ വെച്ച് ദേവിയുടെ ഒരു നാമമാണ് ഉത്തമമായത്. ഇത് ദേവി ഭക്തന്മാരുടെ ചിന്ത. മറ്റ് എല്ലാ ദേവതമാരിലും വെച്ച് ദേവിയാണ് വലുതെന്ന ചിന്തയോട് കൂടിയാണ് പോകേണ്ടത്. എന്നാലേ ഏകാന്ത ഭക്തി, തീവ്രമായിരിക്കുന്ന ഭക്തി കിട്ടുകയുള്ളൂ. നേരത്തെ പറഞ്ഞു ദേവി ഭക്തന്മാരുടെ മഹത്വം. എത്രാസ്തി ഭോഗോ നചതത്ര മോക്ഷ. എവിടെയാണ് ഭോഗമുള്ളത് അവിടെ മോക്ഷമില്ല. എത്രാസ്തി മോക്ഷോ നചതത്ര ഭോഗ. എവിടെയാണ് മോക്ഷമുള്ളത് അവിടെ ഭോഗമില്ല. രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഒന്ന് ഭൗതികതയാണ്, ഒന്ന് ആധ്യാത്മികതയാണ്. ഇത് രണ്ടും തുല്യമായിട്ട് ദേവി തരുന്നു. ശ്രീ സുന്ദരീ സേവന തൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ. ശ്രീസുന്ദരിയെ, ത്രിപുരസുന്ദരിയെ വസിക്കുന്നവർക്ക് ഇത് രണ്ടും കയ്യിൽ തന്നെ ദേവി കൊടുക്കും. അങ്ങനെ ഭക്തി വേണമെങ്കിൽ, ആ ദേവിയോട് ഭക്തി വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ശബരി പഴം കടിച്ചു നോക്കി ശ്രീരാമന് കൊടുത്തതായിട്ട് രാമായണത്തിൽ രേഖപ്പെടുത്തി. അത് തിന്നതിന് ശേഷം ഭക്തി ഉണ്ടാകുവാനുള്ള 9 കാര്യങ്ങൾ ശ്രീരാമൻ ശബരിയോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആധ്യാത്മിക രാമായണത്തിലോ മറ്റ് രാമായണങ്ങളിലോ അല്ല, വേറെ ഏതോ ഒരു രാമായണത്തിലുള്ള 9 കാര്യങ്ങളാണ്. വാൽമീകി രാമായണത്തിലോ ആധ്യാത്മിക രാമായണത്തിലോ അല്ല. ഈ 2 രാമായണങ്ങളിലും ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയും. 9 കാര്യങ്ങളിൽ ഒന്ന് സജ്ജന സംസർഗം. സജ്ജനങ്ങൾ കൂടിച്ചേരുക, അപ്പോൾ ഭക്തി ഉണ്ടാകുന്നു. സത്സംഗം ചെയ്യുക. സജ്ജനങ്ങൾ എപ്പോഴും ദേവതാമായിട്ടുള്ള വിഷയങ്ങളെ പറയാം. സജ്ജനങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് എപ്പോഴും ദേവിയുടെയോ ദേവതയുടെയോ കഥകൾ പറയുക. ആ പണ്ട് കാലത്ത് പുരാണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു തരിക. ഇതാണ് സജ്ജനങ്ങൾ പറയുന്നത്. അത് കേട്ട് 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 ഭക്തി ഉണ്ടാകും. 2 ഭഗവത് ഗുണങ്ങൾ പറയുക. ഭഗവാന്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഭക്തി ഉണ്ടാകും. ഇനി 3-ാമത്തേത് ഭഗവത് കഥാലാപം. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ വർണ്ണിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ ഭഗവാനോട് ആഗ്രഹം തോന്നുന്നു, അങ്ങനെ ഭക്തി ഉണ്ടാകും. അപ്പൊ കഥകൾ പലതരത്തിൽ, ദേവിയുടെ കഥകളുണ്ട്, ശിവന്റെ കഥകളുണ്ട്, കൃഷ്ണന്റെ കഥകളുണ്ട്. ഗുരുവായൂർ നടന്നൊരു സംഭവം ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, ഇത് കഥയല്ല, ഉണ്ടായ സംഭവം. 3 കുട്ടികൾ ചക്കപ്പശ വെച്ച്, ഈർക്കിലിയിൽ ചക്കപ്പശ വെച്ച് കെട്ടി ഭണ്ണാരത്തിൽ നിന്നും പൈസ എടുത്തു. കോയിനും കിട്ടി, അവർക്ക് നോട്ടും കിട്ടി. നോട്ടുകൾ പെട്ടെന്ന് കിട്ടി. ഈ നോട്ടുകൾ 3 കുട്ടികൾ എടുത്തുകൊണ്ട് വന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ നല്ലൊരു സംഖ്യ അതിൽ കിട്ടും. അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വിലയുള്ള മിഠായി മേടിച്ചു, കുറെ മേടിച്ചു. വീണ്ടും അവരകത്ത് കയറിയിട്ട് ഒരു പിടി മിഠായി ഭഗവാന്റെ തടയിൽ വെച്ചു. ഭഗവാനെ, ഏറ്റവും വിലയുള്ള മിഠായി കണ്ടപ്പോൾ ഞങ്ങൾ മേടിച്ചുകൊണ്ട് ഭഗവാൻ കഴിക്കും, ഭഗവാനെ നല്ല മധുരമാണ്, ഞങ്ങൾ കഴിച്ചു നോക്കി, ഭഗവാനും കഴിക്കും. ഇങ്ങനെ മിഠായി മുമ്പിൽ വെച്ച് അവർ പോവുകയും ചെയ്തു. പക്ഷേ ഇതില് ഒരു സെക്യൂരിറ്റിക്കാരൻ ഇത് കണ്ടിട്ടുണ്ട്. വേഗം തന്നെ ഈ 3 കുട്ടികളെ പിടിച്ചിട്ട് അതിൻ്റെ ആ അമ്പലത്തിലെ പ്രധാന ഭരണക്കാരനെടുത്ത് കൊണ്ടുചെന്നു. ഇവര് ഭഗവാന്റെ പൈസ മോഷ്ടിച്ചിരിക്കുന്നു, ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ച കള്ളന്മാരാണ് ഈ കുട്ടികൾ. അപ്പോൾ അതിന്റെ കാര്യക്കാരൻ ശിക്ഷ വിധിക്കുക. നാരായണ മന്ത്രം ചൊല്ലി 3 പ്രാവശ്യം ഓടുക. ഇതാണ് ശിക്ഷ. അപ്പോ ശിക്ഷ വിധിച്ച സമയത്ത് കുട്ടികൾ ഓടാൻ തയ്യാറായി. ഇങ്ങനെ 3 കുട്ടികളും ഓടി തുടങ്ങുന്ന സമയത്ത് 3 പേരുണ്ടായിരുന്നുള്ളൂ. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 4 കുട്ടികൾ എല്ലാവരും കാണുകയാണ്. ഇതവിടെ ഉണ്ടായ സംഭവം. കട്ട മുതൽ മോഷ്ടിച്ച ഞാനും കുറ്റക്കാരനല്ലേ, ഞാനും ഓടണം, കട്ടുകൊണ്ടുവന്നത് ഞാൻ തിന്നാൻ പാടില്ല. ഇങ്ങനെ ഓട്ടം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം കാര്യക്കാരന് അസുഖങ്ങൾ പലതായി. ഇങ്ങനെ എന്ത് മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. അവിടെ ഒരു ക്ഷേത്രം ജ്യോത്സ്യന്റെ അടുത്ത് പോയി നോക്കി. അപ്പോൾ ഭഗവാന്റെ വലിയൊരു കോപം പറ്റിയിട്ടുണ്ടല്ലോ, ഭഗവാന്റെ ഒരു ശിക്ഷ നിങ്ങൾ ഭഗവാനെ ശിക്ഷിച്ചോ എന്നാണ് ചോദിച്ചത്. ഇയാൾ പറഞ്ഞു, ഒരു ശിക്ഷ ഞാൻ ഒരു 3 കുട്ടികൾക്ക് കൊടുത്തു, അത് ഭഗവാൻ ആ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഥാരൂപത്തിലോ ഉണ്ടായ സംഭവമായിട്ടോ നിങ്ങൾക്ക് കരുതാം.
ഇങ്ങനെ കഥകൾ വർണ്ണിക്കുന്ന സമയത്ത് ഭഗവാനോട് ഭക്തി കൂടി കൂടി വരും. ഇനി നാലാമത്തേത്, ഭഗവാൻ പറഞ്ഞ വാക്കുകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. ഭഗവാൻ വാക്കുകളെ എങ്ങനെയാണ് ഭഗവാൻ തന്നിരിക്കുന്നത്? ഭഗവത്ഗീതയിൽ കൂടി തന്നിട്ടുണ്ട്. ശ്രീ ഭഗവാനുവാച, ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഭഗവാനുവാച, നാരദ ഉവാച, ശ്രീ ശുക ഉവാച. ശ്രീശുകനും നാരദനൊക്കെ ദേവന്റെ അവതാരം തന്നെയാണ്. അവരിൽ കൂടി കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കുക, അപ്പോഴും ഭക്തി ഉണ്ടാകും. ഇനി ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക. ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന സമയത്ത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം തരും, അപ്പോഴും ഭക്തി, ദേവതയിലേക്ക് ഭക്തി ഉണ്ടാകും. പുണ്യശീലങ്ങൾ പാലിക്കുക. സാമാന്യധർമ്മം, അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഹിംസയില്ലാതെ, സത്യധർമ്മങ്ങളോടുകൂടി, അസ്തേയം കളവില്ലാതെ, അവ്യഭിചാരം വ്യഭിചാരമില്ലാതെ, മദ്യത്തെ വർജിച്ചുകൊണ്ട് ജീവിക്കുക, ഭക്തി ഉണ്ടാകും. അതിൽ പഞ്ചശുദ്ധി പാലിക്കാൻ പറയുന്നുണ്ട്. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ശ്രീനാരായണ ഗുരുദേവനും ഇതിങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പഞ്ചശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക. ശരീരം 2 നേരം കുളിക്കുക. മനസ്സ് ദുഷ്ചിന്തകളില്ലാതെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്. ഇന്ദ്രിയശുദ്ധി, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട്, ആഗ്രഹങ്ങൾ പലതും നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുക. ഗൃഹശുദ്ധി, വീട് ശുദ്ധിയാക്കുക. അഴുക്ക് വീടില്ലാതെ, മാറാല മുതലായവയൊക്കെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ട് ജീവിക്കുക, എപ്പോഴും ഭക്തിയുള്ള. പഞ്ചമഹായജ്ഞം ആചരിക്കുക. പഞ്ചമഹായജ്ഞം 5 യജ്ഞങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. ഒരു ഹിന്ദുവായിട്ട് ജീവിക്കണമെങ്കിൽ ഈ യജ്ഞങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗായത്രി മുതലായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക, നിത്യവും സ്വാധ്യായം ചെയ്യണം. ഇനി പിതൃയജ്ഞം, അത് 2 തരത്തിലാണ്. നമ്മൾ ശ്രാദ്ധം ആചരിക്കുക, തർപ്പണം ചെയ്യുക. അമാവാസി ദിവസം, എല്ലാ അമാവാസി ദിവസവും തർപ്പണം ചെയ്യാം. ആണ്ടുശ്രാദ്ധം, അച്ഛനോ അമ്മയോ മരിച്ച ദിവസം, വർഷം തോറും വരുന്ന ദിവസം അവർക്ക് ആണ്ടുശ്രാദ്ധം ആചരിച്ചു കൊണ്ടിരിക്കുക. തിലഹോമം ചെയ്ത് അവർ ഗതി കൊടുക്കുക. ഇതൊക്കെയാണ് ഈ പിതൃ തർപ്പണമാകുന്ന പിതൃയജ്ഞം. ദേവയജ്ഞം, അത് ദേവതയുടെ മന്ത്രം, സ്തോത്രം, കീർത്തനം മുതലായവ പാരായണം ചെയ്യുക. അത് ദേവതയോട് ചെയ്യുന്ന യജ്ഞമാണ്. ഇനി ഭൂതയജ്ഞം, പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക. ചില ആളുകളുടെ വീട്ടിൽ ചില നായ്ക്കളെ വളർത്താം, ചിലർ മത്സ്യങ്ങളെ വളർത്തും, ചിലർ പക്ഷികളെ വളർത്തും. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. അത് ചെടികൾക്ക് നനയ്ക്കുക, ഉണങ്ങി നിൽക്കുന്ന, വാടി നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിച്ച് അവരെ പോഷിപ്പിക്കുക. ഇതൊക്കെ ഭൂതയജ്ഞം. മനുഷ്യയജ്ഞം, നിർധനരായവർക്ക് ധനം കൊടുക്കുക, വിശന്ന് വലഞ്ഞു വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. ഗീതയിൽ പ്രത്യേകം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ. എല്ലാവരുടെ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് വൈശ്വാനര അഗ്നിയായിട്ട് ഞാൻ ഉണ്ട് അർജുന. എനിക്ക് വേണ്ടത് 500ന്റെ നോട്ടല്ല, ഭക്ഷണമാണ്. ഉച്ചയ്ക്ക് ആരെങ്കിലും ഉച്ച നേരത്ത് കയറി വരുന്നവർക്ക്, തിഥി നോക്കാതെ കയറി വരുന്നവരാണ് അതിഥി. അതിഥികൾക്ക് പൈസയല്ല കൊടുക്കേണ്ടത്, വീട്ടിൽ വിളിച്ചിരുത്തി ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ഇത് മനുഷ്യ. ഈ മനുഷ്യയജ്ഞം ചെയ്യുന്നതുകൂടി എന്താണ് സംഭവിക്കുന്നത്? 5 കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിച്ച ഒരു വ്യക്തി, ആ ഭാര്യയും ഭർത്താവും കൂടി ദിവസവും കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണത്? ഉരലുകൊണ്ട് ചെയ്യുന്നുണ്ട്. ധാന്യങ്ങൾ ഉരലിൽ പൊടിക്കുന്നു, ഇപ്പോൾ അത് മിക്സിയിൽ പൊടിക്കുന്നു. ധാന്യം നശിപ്പിക്കുന്നു. ധാന്യം നശിപ്പിക്കാൻ പാടുള്ളതല്ല, പക്ഷെ നശിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അത് ഒരു കൊലപാതകമാണ്. 2, കുടം കൊണ്ട് ചെയ്യുന്നു. കുടം, വെള്ളം കോരിയെടുത്തുകൊണ്ട് വെള്ളം ചൂടാക്കുന്നു, ഫ്രിഡ്ജിൽ വെച്ചത് തണുപ്പിക്കുന്നു. ഈ വെള്ളത്തിന്റെ അകത്ത് കുറെ ജീവികളുണ്ട്, അണുക്കളുണ്ട്, അമീബ. ഇതിനൊക്കെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെക്കുന്നതോടുകൂടി അതിനെ മരവിപ്പിച്ചു കൊല്ലുന്നു. ചായ ഉണ്ടാക്കുവാൻ വേണ്ടി തിളപ്പിക്കുന്ന സമയത്ത് അത് ചൂടാക്കി കൊല്ലുന്നു. ഇതൊരു കൊലപാതകമാണ്. ഇനി വെള്ളം ചൂലുകൊണ്ട് ചെയ്യും. നിത്യവും ചൂലുകൊണ്ട് അടിച്ചു വരുന്ന സമയത്ത് കുറെ ഉറുമ്പുകളെല്ലാം ചത്തുപോകുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. ഇതും കൊലപാതകം. അടുപ്പ് കൊണ്ട് ചെയ്യും, വിറക് കൊണ്ട് ചെയ്യും. വിറക് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുറെ ജീവികളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ കൊല്ലുകയാണ്. ഇങ്ങനെ 5 കൊലപാതകങ്ങൾ ചെയ്യുന്നതിൻ്റെ ശിക്ഷ അനുഭവിക്കാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പഞ്ചയജ്ഞങ്ങൾ ചെയ്തു കൊള്ളണം. ഇത് ഭഗവാൻ ഗീതയിൽ പ്രത്യേകം അർജുനനോട് പറയുന്നു.
അർജുനനോട് പറഞ്ഞത് മുഴുവനും എല്ലാവരോടും കൂടിയായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും ഭക്തി കൂടി കൂടി വരും. 7 യമ നിയമാദികളോടെ പൂജ ചെയ്യുക. അഷ്ടാംഗ യോഗങ്ങൾ: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. യോഗശാസ്ത്രത്തിൽ കൂടി ജീവിക്കുക, നിങ്ങൾക്ക് ഭക്തി വരും. ഭഗവാന്റെ മന്ത്രം ജപിക്കുക. സ്തോത്രം, മൂലമന്ത്രം, കീർത്തനം, സംഗീതം ഇത് ആലപിച്ചുകൊണ്ട് ഭഗവാനെ പൂജിക്കുക. ഭഗവത് തത്വം ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിച്ച് ജീവിക്കുക. ഗീതയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഭാഗവത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ദേവി മഹാത്മ്യത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, സൗന്ദര്യ ലഹരിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക, ഭക്തി വരും. എപ്പോഴും മന്ത്രജപം ചെയ്യുക. ഇതാണ് ഇവർ പറയുന്നത്. എപ്പോഴും ഏതെങ്കിലും ഒരു മന്ത്രം എപ്പോഴും ഉണ്ടായിരിക്കും. അതും കൃഷ്ണൻ പ്രത്യേകം പറഞ്ഞു, അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേപരം. അല്ലയോ അർജുന, അന്ധകാലെ നിന്റെ മരണസമയത്ത് മാമേവ സ്മരൻ, എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്, മുക്ത്വാ കളേപരം നിന്റെ ശരീരം മോചിപ്പിക്കുകയാണെങ്കിൽ, നീ മരിക്കുകയാണെങ്കിൽ, യഹ പ്രയാതി സഹ മദ്ഭാവം, സഹ മദ്ഭാവം പ്രയാതി, എന്റെ ഭാവത്തെ പ്രാപിക്കുന്നു. നാസ്ത്യത്ര സംശയ, ഇതിന് യാതൊരു സംശയവും വേണ്ട അർജുന. മരിക്കുന്ന സമയത്ത് ഈശ്വരഭജനം ചെയ്തുകൊണ്ട് മരിക്കണമെന്നാണ് ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത്. ഈ മരിക്കുന്ന സമയം ഏതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, പ്ലേസ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും നമുക്കറിയാം. ഡേറ്റ് ഓഫ് ഡെത്ത് അറിയില്ല, പ്ലേസ് ഓഫ് ഡെത്ത് അറിയില്ല, ടൈം ഓഫ് ഡെത്ത് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് സമയവും ഇങ്ങനെ ഭഗവാനെയോ ഭഗവതിയെയോ വിളിച്ചുകൊണ്ടേയിരിക്കുക. അന്തേ യാമതിഹി സാ ഗതിരിതി, ഇതാണ് മഹർഷിമാർ അടിവരയിട്ട് പറയുന്നത്. അന്തേ യാമതിഹി, അവസാന കാലത്ത് എന്ത് ബുദ്ധിയാണ് നിങ്ങൾക്കുള്ളത്, സാ ഗതിരിതി, ആ ഗതിയാണ് പ്രാധാന്യം. ഇത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി 2 ന്യായങ്ങൾ വ്യാസ മഹർഷി ഭാഗവതത്തിൽ പറയുന്നു. ഒന്നാണ് ഭ്രമരകീടക ന്യായം. വേട്ടാളൻ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ഈ വേട്ടാളന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് ആ പുഴു പുറത്തേക്ക് വരുന്ന സമയം ഇതിന് കഴിക്കാൻ ഭക്ഷണം വേണം. ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും ഇത് വരുന്നത്. അപ്പൊ ഈ സ്വന്തം കുട്ടിക്ക് ഭക്ഷണമായിട്ട് വേറൊരു പുഴുവിനെ വേട്ടാളൻ കൊണ്ടുവരും. ഇത് ഒരേ പ്രായത്തിലുള്ള ഒരു പുഴുവിനെ എവിടെ നിന്നെങ്കിലും സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് സ്വന്തം കുട്ടിയുടെ അടുത്ത് വയ്ക്കും. ഈ സ്വന്തം കുട്ടി പുറത്തു വരുന്ന സമയത്ത് ഇതിന് കഴിക്കുവാൻ ഭക്ഷണമാണത്. അപ്പൊ സ്വന്തം ആ പുഴുവിനെ എങ്ങനെയാണോ സോഫ്റ്റ് ആയിരിക്കുന്ന ഇലകളെ കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ മണ്ണ് കൊണ്ട്, നിലം തൊടാ മണ്ണ് കൊണ്ട് ഭംഗിയായി സൂക്ഷിച്ച് ഇങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ കൂടെ ഈ കൊണ്ടുവരുന്ന പുഴുവിനെയും ഇങ്ങനെ ഇലകളെ കൊണ്ട് പൊതിഞ്ഞ് മണ്ണ് പൊതിഞ്ഞ് ഇങ്ങനെ വെക്കും. എന്നിട്ട് വേട്ടാളൻ എന്ത് ചെയ്യും? വേട്ടാളൻ എന്നും വേട്ടാവളിയൻ എന്നും 2 തരത്തിൽ പറയും. ചീവീട് എന്ന് പറയും. ഇതിങ്ങനെ കീ 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 എന്നുള്ള ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹൈ ഫ്രീക്വൻസി ആണ്. കീ 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 ഇങ്ങനെ ശബ്ദം രാത്രി നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഈ പുഴുവിനെ കൊണ്ടുവരുന്ന സമയത്ത് പുഴു വളരെ സൂക്ഷിച്ച് ഒരു കേടും പറ്റാതെയാണ് കൊണ്ടുവരുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാലേ സ്വന്തം ആ പ്യൂപ്പ അല്ലെങ്കിൽ സ്വന്തം ആ പുഴു വിരിഞ്ഞു വരുള്ളൂ. അത്രയും ദിവസം ഇതിന് ഒരു പുറല് കേൾക്കാതെ ഭദ്രമായി സൂക്ഷിച്ചാണ് ഈ പുഴുവിനെ കൊണ്ടുവരുന്നത്. ഈ സമയത്ത് ഈ പുഴുവിന് ചിലപ്പോൾ കണ്ണുള്ള പുഴുവിനെ ആയിരിക്കും കൊണ്ടുവരുന്നത്. ഈ കണ്ണുള്ള പുഴു ഈ വേട്ടാളിനെ നോക്കി പേടിക്കുന്നുണ്ടായി. ഇയാൾ എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ആ വേട്ടാളിനെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ പുഴു വേട്ടാളിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും കീ 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 എന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. വേട്ടാളിന്റെ ഒരു രൂപം ആ പുഴുവിന്റെ മനസ്സിലുണ്ട്. വേട്ടാളിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 2 പുഴുക്കളും സ്വന്തം സന്താനവും സ്വന്തം സന്താനത്തിന്റെ ഭക്ഷണവുമായിരിക്കുന്ന പുഴുവും ഒരേ സമയത്ത് തന്നെ നിലം തൊടാമണ്ണ് പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരും. ഈ സമയത്ത് അത്ഭുതമാണ്. 2 പുഴുക്കളും സ്വന്തം പുഴുക്കളായി മാറിയിട്ടുണ്ടായിരിക്കും. വേട്ടാളനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് വേട്ടാളനായി തന്നെ മാറുന്നു കീടങ്ങൾ. ഇതാണ് ഭ്രമരകീടക ന്യായം. അപ്പൊ എന്താണ് സംഭവിച്ചത്? കൊണ്ടുവന്ന പുഴുവിന് വേട്ടാളിന്റെ രൂപം അറിയാം. വന്നതിന് ശേഷം വേട്ടാളിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. 2 ഒരേ പുഴുക്കളായി മാറി. ഇതെങ്ങനെയാണ് ഒരു സയൻസിന് നിർവചിക്കാൻ പറ്റുന്നത്?
ഇതാണ് മഹർഷി തന്നിരിക്കുന്ന സന്ദേശം. ഈ ഭ്രമര കീടക ന്യായം എപ്പോഴും ചിന്തിക്കുക. എങ്ങനെ? ഒരു ദേവതയുടെ രൂപം മനസ്സിലുണ്ടായിരിക്കണം. ദേവത പറഞ്ഞു തന്നിരിക്കുന്നത് വായിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ദേവതയുടെ കൃതികൾ വായിക്കുക, ദേവതയായിട്ട് മാറാം. ഇതാണ് ഭ്രമര കീടക ന്യായം പ്രാവർത്തികമാക്കുക, ഇത് പ്രാക്ടിക്കലാക്കുക. ഇനി വേറൊരു ന്യായത്തെപ്പറ്റി വ്യാസമഹർഷി പറയുന്നുണ്ട്. അതാണ് ഭരതന്യായം. ജഡഭരതൻ അല്ലെങ്കിൽ ഭരതൻ എന്ന് പറയുന്ന മഹാരാജാവ് പ്രജകളെ എല്ലാം ഉപേക്ഷിച്ചു, രാജ്യം ഉപേക്ഷിച്ചു, കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ തീവ്രമായിരിക്കുന്ന തപസ്സിലേക്ക് കയറിയ സമയത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു മാൻ തൊട്ടടുത്തൊരു പുഴയുടെ തീരത്ത് പർണശാല വെട്ടിച്ച് കിട്ടിയിട്ടാണ് ഈ തപസ്. ഗർഭിണിയായിരിക്കുന്ന മാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പുഴയിൽ ഇറങ്ങിയ സമയത്ത് ഒരു പുലിയോ ഒരു സിംഹമോ വന്ന് ഇതിനെ പിടിച്ചു. കുറച്ചു കഴിഞ്ഞാൽ പ്രസവിക്കും, ആ ഭാവമാണ്. അത്രയും വയറ് നിറഞ്ഞു ഇരിക്കുന്ന ഒരു മാൻപേടയാണ്. പുലി വന്ന് ഇതിനെ പിടിച്ച സമയത്ത് പെട്ടെന്ന് പ്രസവം നടന്നു. കുട്ടിയെ അവിടെ ആ പുഴയുടെ കരയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുലി മാൻപേടയെ കടിച്ചു പിടിച്ച് വലിച്ചു കൊണ്ടുപോയി തിന്ന് കൊന്നുകളഞ്ഞു. ഈ കുട്ടി കിടന്ന് ഇങ്ങനെ കരയുക. വേഗം ഭരതൻ വേഗം ഈ കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് സ്വന്തം പർണശാലയിൽ കൊണ്ടുവന്ന് തൊട്ടടുത്ത് ഏതോ പശുവോ ആടോ മറ്റോ അവിടെ ഉണ്ട്, അവിടെ നിന്ന് പാല് കൊണ്ടുവന്ന് കൊടുത്ത് കുട്ടിയെ വളർന്ന് വലുതാക്കി കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഭരതന് മരിക്കാൻ സമയമായി. ഭരതൻ ഈ മാൻപേടയെ ചിന്തിച്ചു കൊണ്ട് മരിക്കുകയാണ്. ഈശ്വര, ഈ മാൻപേടയ്ക്ക് ഇനി ആരാണ് പാല് കൊടുക്കുന്നത്? ഇതിങ്ങനെ ചിന്തിച്ച് മാൻപേടയോട് അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ട് മരിക്കുന്നു. ഭരതൻ എന്ത് സംഭവിച്ചത്? അടുത്ത ജന്മത്തിൽ ഒരു മാൻപേടയായിട്ട് ജനിച്ചുകൊണ്ട് കുറെ മാൻകുട്ടികൾക്ക് ഇങ്ങനെ പാല് കൊടുക്കേണ്ടി വരും. ഇതും വ്യാസമഹർഷി പറഞ്ഞു തന്നിരിക്കുന്ന ന്യായമാണ്. ഇതാണ് ഭരതൻ ന്യായം. ഈ ന്യായം നിങ്ങൾ പ്രാവർത്തികമാക്കരുതേ എന്നാണ് മഹർഷി തരുന്ന സന്ദേശം. ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ, എൻ്റെ ഭർത്താവ് രോഗിയാണല്ലോ, എൻ്റെ ഭാര്യ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ചിന്തകൾ ഒരു കാരണവശാലും ഭക്തന്മാർക്ക് വരാൻ പാടില്ല. കുടുംബാംഗങ്ങളോട് ചെയ്യുന്ന ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്യുക, കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യുക. ധർമ്മ ഏവഹി ബോദ്ധവ്യ, അത് ചെയ്യേണ്ട ധർമ്മത്തെ നിങ്ങൾ ബോധിക്കുക. മന്ദവ്യ, മനനം ചെയ്യുക. അനുഷ്ഠേയ ഉപദേഷ്ടവ്യ, ഈ അവസ്ഥയിൽ നിന്നും നമ്മൾ മാറാതെ പോയിക്കൊണ്ടിരിക്കുക. ഇത് മാറ്റുക എന്നതാണ് മഹർഷിമാരും ജഗദ്ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യരും നമുക്ക് തരുന്ന സന്ദേശം. അത് മാറ്റാൻ പറ്റിയ എളുപ്പ വഴിയാണ് 100 ഗുളികൾ. അതാണ് സൗന്ദര്യലഹരി. ആ ഓരോ ഗുളിക ഓരോ ദിവസം വായിക്കാം. 100 ഗുളിക കൂടി ഒരുമിച്ച് തിന്നു കഴിഞ്ഞാൽ മരിച്ചു പോകില്ല. അത്രയും മുക്തി എളുപ്പമായിട്ട് കിട്ടാൻ സാധ്യമാണ്. ഹനുമാനോട് ശ്രീരാമൻ ചോദിച്ചു, നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ഭക്തനായിരിക്കുന്ന ഹനുമാനെ. ചോദ്യം മനസ്സിലായില്ലല്ലോ ഭഗവാനെ എന്നാണ് ഹനുമാൻ പറഞ്ഞത്. ദേഹബുദ്ധി കൊണ്ടാണോ ഞാൻ മറുപടി പറയേണ്ടത്? ജീവബുദ്ധി കൊണ്ടാണോ മറുപടി പറയേണ്ടത്? ആത്മബുദ്ധി കൊണ്ടാണോ മറുപടി പറയേണ്ടത്? എനിക്ക് ചോദ്യം മനസ്സിലാവുന്നില്ല. ഇനി 3 തരത്തിലുമാണോ ഞാൻ മറുപടി പറയേണ്ടത്? ദേഹബുദ്ധ്യാത്തു ദാസോഹം, ദേഹബുദ്ധി കൊണ്ടാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങയുടെ ദാസനാകും. ജീവബുദ്ധിയാത്തു ത്വദംശക, ജീവബുദ്ധിയാണ് കൊണ്ടാണ് മറുപടി പറയേണ്ടതെങ്കിൽ അങ്ങയുടെ അംശമാകുന്നു ഞാൻ. ആത്മബുദ്ധ്യാ ത്വമേവാഹം, ആത്മബുദ്ധി കൊണ്ടാണോ മറുപടി എങ്കിൽ അങ്ങും ഞാനും ഒന്ന് തന്നെയാകുന്നു. ഇതിമേ നിശ്ചിതാമതിഹി, ഇതെന്റെ നിശ്ചിതമായിരിക്കുന്ന ബുദ്ധിയാകുന്നു, എൻ്റെ അഭിപ്രായമാകുന്നു. ഇങ്ങനെയാണ് ആ ദാസൻ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്നാണ് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആത്മനിവേദന ഭക്തിയാണ് നമുക്ക് വേണ്ടത്. മഹാബലി ചെയ്തതുപോലെ. മഹാബലി എന്താ ചെയ്തത്? വാമനായിട്ട് വന്ന സമയത്ത് മഹാബലിയുടെ മനസ്സും ശരീരവും തപസ്സും ആയുസ്സും, മനസ്സ് വപുസ് തപസ് ആയുസ്, ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് കീഴടങ്ങി വേറൊരു ലോകത്തിലേക്ക് കയറ്റി അയച്ചു. അവിടെ കൊന്നതല്ല, പ്രമോഷനാണ് കൊടുത്തിരിക്കുന്നത്. ഭക്തിക്കാണ് പ്രാധാന്യം എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത്, പൂജാദ്രവ്യങ്ങൾക്കല്ല. ഗുരുവായൂർ ഞാൻ പോയി ഒരു ദിവസം പോയ സമയത്ത് എൻ്റെ മുമ്പിൽ 3 ഭക്തന്മാര് പാൽപ്പായസത്തിന് റിസീറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന അയൽന്റെ മുമ്പിൽ നിൽക്കുന്ന ആള് 20,000 രൂപയ്ക്ക് പാൽപ്പായസത്തിന്റെ റിസീറ്റ് എടുത്തിട്ട് അത് പണ്ണാക്കിലിട്ടു. എൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആള് 10,000 രൂപയ്ക്ക് പാൽപ്പായസത്തിന്റെ റിസീറ്റ് മേടിച്ചിട്ട് അത് പാവങ്ങൾക്കുള്ള പെട്ടിയിലുണ്ട്. ഞാനൊരു 100 രൂപ പോലെ എൻ്റെ കയ്യിലില്ല, ഞാൻ പരമദാരിദ്ര്യമാണ്.
ഞാൻ എന്താ ചെയ്യേണ്ടത് ഭഗവാൻ? എനിക്കാകെ വിഷമമായി. മിനിമം ഇത്ര റേറ്റ് എങ്കിലും കൊടുക്കാൻ എൻ്റെ കയ്യിൽ. ഞാൻ എന്ത് ചെയ്തു? 50 രൂപയ്ക്ക് പാൽപ്പായസത്തിൻ്റെ റെസീറ്റ് ഇട്ട് കണ്ണാട്ടിലിട്ട് ഞാൻ തിരിച്ചു വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം. ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭക്തൻ എന്താണ് ചെയ്യുന്നത്? ആ ഭക്തൻ വിഷമിക്കേണ്ട എന്ന് ഭഗവാൻ പ്രത്യേകം പറഞ്ഞു ഭഗവത്ഗീതയിൽ. പത്രം പുഷ്പം ഫലം തോയം യസ്തു ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിപകൃതം അശ്നാമി പ്രേതാത്മഹ. 9-ാം അധ്യായം 26-ാം ശ്ലോകം. പത്രം പുഷ്പം ഫലം തോയം. അവിടെ വ്യാസമഹർഷി പറഞ്ഞിരിക്കുന്നത് പത്രം എന്ന് പറഞ്ഞാൽ ഒരു ഇല, പുഷ്പം ഒരു പുഷ്പം, ഫലം ഒരു പഴം, തോയം 1/2 ലിറ്റർ പാല് മതി അഭിഷേകം ചെയ്യാൻ. 10 ലിറ്റർ വേണ്ട. ഒരു പുഷ്പം മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. കുറേ തുളസികൾ ഇങ്ങനെ കൊണ്ടുവരണ്ട. ഒരു മാല ചാർത്തി പൂക്കളെ കൊണ്ട് മാല ഉണ്ടാക്കി കൊണ്ടുവരേണ്ട. ഒരു പുഷ്പം എനിക്ക് തന്നാൽ മതി. ഫലം കദളിക്കൊല മുഴുവൻ നിങ്ങൾ വേണ്ട. നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭക്തന്മാരാണെങ്കിൽ ഒരു പഴം മാത്രം തന്നാൽ മതി. ഫലം എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. ഫലം ഫലേ ഫലാനി. പത്രം പത്രേ പത്രാണി, പുഷ്പം പുഷ്പേ പുഷ്പാണി. ആ ഒരു പഴമോ ഒരു പുഷ്പമോ എനിക്ക് നിങ്ങൾ തന്നാൽ ഞാൻ സന്തോഷിക്കാം. പക്ഷെ അത് ഭക്തിയോടുകൂടിയായിരിക്കണം. ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ 2 പ്രാവശ്യം ഭക്തി ശബ്ദം ഭഗവാൻ പ്രയോഗിച്ചിട്ടുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തതഹം ഭക്തിയുപഹൃതം. ഇങ്ങനെ ഭക്തിയോടുകൂടി ഒരു തുള്ളി വെള്ളം ഭഗവാന് കൊടുത്താൽ മതി. ഭഗവാന് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്. കേട്ടിരിക്കുന്ന അമ്മമാരോടും അമ്മൂമ്മമാരോടും ചോദിക്കുകയാണ്, കൃഷ്ണൻ ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ഏതാണ്? ക്ലൂ തരൂ മാഷ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് മറുപടി പറയണ്ട, കേട്ടിരിക്കുക. ചെത്തിമന്ദാരം തുളസി. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണ്ണി കാണണം. ഇത് ഭഗവാൻ ഇഷ്ടപ്പെട്ട 4 പുഷ്പങ്ങളാണ്. ഭഗവാന് പക്ഷെ അത് ഇഷ്ടമല്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നത് 8 പുഷ്പങ്ങളാണ് എനിക്കിഷ്ടം. അത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഭഗവാൻ ചോദിക്കുന്ന പുഷ്പങ്ങളാണ് അഹിംസ പ്രഥമം പുഷ്പം. അഹിംസയോടുകൂടി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അത് എനിക്ക് തരുന്ന ആദ്യത്തെ പുഷ്പമാകും. പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിഗ്രഹിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് ജീവിച്ചാൽ രണ്ടാമത്തെ പുഷ്പം എനിക്ക് തന്നതായിട്ട് ഞാൻ കണക്കാം. സർവഭൂത ദയാപുഷ്പം. എല്ലാ ഭൂതഗണങ്ങളിലും എല്ലാ പക്ഷിമൃഗാദികളിലും ദയയോടുകൂടി നിങ്ങൾ ജീവിക്കുക. സർവഭൂത ദയാപുഷ്പം. ക്ഷമാപുഷ്പം വിശേഷത. വിശേഷിച്ചൊരു പുഷ്പം ഉണ്ട് കേട്ടോ. അത് ക്ഷമാശക്തിയോടുകൂടി നിങ്ങൾ ജീവിക്കണം. ക്ഷമ എന്നതാണ് വിശേഷിച്ചിട്ടുള്ള പുഷ്പം. അതിന് മാത്രമാണ് വിശേഷ ശബ്ദം കൊടുത്തിരിക്കുന്നത്. ശാന്തി പുഷ്പം. നിങ്ങൾ ശാന്തി സമാധാനത്തോടുകൂടി ജീവിക്കുക. അത് എനിക്ക് തരുന്ന ഒരു പുഷ്പമായിരിക്കും. തപപുഷ്പം. എല്ലാ ദിവസവും തപസ് ചെയ്യണം. മഹർഷിമാര് തപസ് ചെയ്ത പോലെ ഒന്നും വേണ്ട. 1000-ൽ 1 അംശം എല്ലാ ദിവസവും 5 മിനിറ്റ് എന്റെ മന്ത്രം ജപിച്ചാൽ അത് തപസ്സായി. ധ്യാനപുഷ്പം. എപ്പോഴും എന്നെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ഇതെപ്പോഴും ചെയ്യേണ്ടതാണ്. ഇനി സത്യം അഷ്ടവിധം പുഷ്പം. സത്യധർമ്മത്തോടുകൂടി ജീവിക്കുക. അസത്യം പറയാതെ നിങ്ങൾ ജീവിക്കുക. 8 പുഷ്പങ്ങൾ ഒന്നുകൂടി പറയാം. അഹിംസ പ്രഥമം പുഷ്പം. പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ. സർവഭൂത ദയാപുഷ്പം. ക്ഷമാപുഷ്പം വിശേഷത. ശാന്തിപുഷ്പം തപപുഷ്പം ധ്യാനപുഷ്പം തഥൈവ ച. സത്യം അഷ്ടവിധം പുഷ്പം വിഷ്ണോഹോ പ്രീതികരം ഭവേത്. ഇത് വിഷ്ണുവിന് പ്രീതിപ്പെട്ട പുഷ്പങ്ങളാണ്. അയ്യോ മാഷെ, ഞങ്ങൾ വിഷ്ണു ഭക്തന്മാരല്ലല്ലോ, ഞങ്ങൾ ദേവി ഭക്തന്മാരാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സൗന്ദര്യലഹരി കേൾക്കാനിരിക്കുന്നത്. ദേവി ഭക്തന്മാരുടെ പുഷ്പങ്ങൾ ഈ 8 തന്നെയാണ്. അവിടെ നിങ്ങൾ പേര് മാറ്റി ഉപയോഗിച്ചു കൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം അഷ്ടവിധം പുഷ്പം ദേവ്യാഹ പ്രീതികരം ഭവേത്. അപ്പോഴാണ് ചിലർ പറയുന്നത്, ഞങ്ങൾ വിഷ്ണു ഭക്തന്മാരും അല്ല സാറേ, ഞങ്ങൾ ദേവി ഭക്തന്മാരും അല്ല, ഞങ്ങൾ സാക്ഷാൽ ശിവഭക്തന്മാർ. ഞങ്ങളെ ഏത് പുഷ്പങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ഏത് പുഷ്പത്തെ കൊണ്ടാണ് ശിവനെ അർച്ചന ചെയ്യേണ്ടത് എന്നാണ് ചോദ്യമെങ്കിൽ സത്യം അഷ്ടവിധം പുഷ്പം ശിവപ്രീതികരം ഭവേത്. എല്ലാ ദേവതമാരും ഈ 8 പുഷ്പങ്ങളെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി നാളെ മുതൽ പുഷ്പാമ്പലത്തിൽ കൊണ്ടുപോകണ്ട എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഈ പുഷ്പത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മാർക്കണ്ഡേയ സംഹിതയിൽ പറയുന്നു, യോഗി ഹൃദയത പൂജ വന്നൗ വിപ്രസമാചരേത് ഭക്ത സാധുജനശ്ചൈവ പ്രതിമാം സംപ്രപൂജയേത്. യോഗിമാര് ഹൃദയത്തിൽ പൂജിക്കുന്നു ദേവതയെ. ബ്രാഹ്മണര് അഗ്നിയിൽ പൂജിക്കുന്നു. ഹോമകുണ്ഡത്തിൽ ഹവിസ് അർപ്പിച്ചുകൊണ്ട്
അഗ്നി ദേവതയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് അവരുടെ പൂജ. ഭക്ത സാധുജനശൈവ, ഞങ്ങളെപ്പോലെയുള്ള ഈ സാധുജനങ്ങൾ, ഭക്തന്മാർ എങ്ങനെയാണ്? പ്രതിമാം സംപ്രപൂജയത്, പ്രതിമയെ പൂജിക്കുന്നു. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ രക്ഷിക്കണേ, എൻ്റെ മകന് നല്ല മാർക്ക് A+ കിട്ടണേ, എല്ലാം A+ കിട്ടണേ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. എൻ്റെ അമ്മയുടെ രോഗം മാറ്റിത്തരണേ, എൻ്റെ വിവാഹം നടക്കണേ, സന്താനം ഉണ്ടാവണേ, നല്ല പറഞ്ഞ അനുസരിക്കുന്ന സന്താനങ്ങൾ ഉണ്ടാവണേ, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന അതിൽ നിന്നും ഉയരുക എന്നതാണ്. ശ്രീകോവിലിനകത്തുള്ള വിഗ്രഹം നമ്മളോട് പറയണം, രഹസ്യമായിട്ട് മൗനമായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ വന്ന് പ്രാർത്ഥിച്ചോളൂ, അതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലൊരു ഭഗവാൻ ഇരിക്കുന്നു, ആ ദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് ഓരോ വിഗ്രഹവും നമ്മളോട് പറയും. അഥമാ പ്രതിമാ പൂജ ജപ ഹോമാദി മധ്യമ ഉത്തമ മാനസീ പൂജ സോഹം ഭാവ ഉത്തമോത്തമ. അഥമാ പ്രതിമാ പൂജ, മഹർഷിമാർ പറയുകയാണ്, നിങ്ങൾ പ്രതിമാ പൂജ ചെയ്യുന്നത് അധമയാകുന്നു. നാളെ മുതൽ അമ്പലത്തിൽ പോകേണ്ടെന്ന അർത്ഥത്തിലല്ല, അത് പ്രത്യേകം ഓർമ്മിക്കണം. ജപഹോമാദി മധ്യമ, ജപവും ഓം നമോ നാരായണായ, ഓം നമോ നമ ശിവായ, ഇതൊക്കെ മധ്യമമായിരിക്കുന്ന പൂജയാണ്. ഉത്തമ മാനസീ പൂജ, മനസ്സുകൊണ്ട് ചെയ്യുന്ന പൂജയാണ് ഉത്തമമായിട്ടുള്ളത്. സോഹം ഭാവ ഉത്തമോത്തമ, ഞാനും ദേവതയും ഒന്ന് തന്നെ എന്ന ഭാവത്തോടു കൂടിയുള്ള പൂജയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാതാ അമൃതാനന്ദമയിയുടെ സർവൈശ്വര്യ പൂജയിൽ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക. വിളക്കിന്റെ മുമ്പിൽ, വിളക്ക് ദേവതയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പുഷ്പാർച്ചനയ്ക്ക് പുഷ്പങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ടായിരിക്കും, വെള്ളം ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും സങ്കല്പം ചെയ്യാനായിട്ട്. ഈ സമയത്ത് പൂജ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സ്വാമിജി മൈക്കിൽ കൂടി പറയും, ഏതെങ്കിലും സാധനങ്ങൾ കിട്ടാത്തവർ കൈപൊക്കുക. അപ്പൊ ചിലർ കൈപൊക്കുമ്പോൾ വേഗം തന്നെ അതിന്റെ സംഘാടകർ കുട്ടികൾ ഓടിച്ചെന്നിട്ട് പുഷ്പം, അല്ലെങ്കിൽ വിളക്കിൽ ചിലപ്പോൾ എണ്ണ ഉണ്ടാവില്ല, തിരി ഉണ്ടാവില്ല, അത് കത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ഒരുക്കി കൊടുക്കും. അതിനുശേഷം വീണ്ടും പറയും, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുവാനുണ്ടോ, അവിടെ വേണ്ട സാധനങ്ങൾ ഇന്നതാണെന്ന് മൈക്കിൽ കൂടി പറയുന്ന സമയത്ത് എല്ലാം നോക്കി കറക്റ്റാണ്, ആരും കൈപൊക്കുന്നില്ല, അപ്പോൾ നമുക്ക് പൂജ തുടങ്ങാം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സ്വാമിജി പറയും, ഇനി അവസാനം ലളിതാ സഹസ്രനാമത്തിന്റെ അവസാന നാമങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം പുഷ്പങ്ങളില്ല എങ്കിൽ ആരും ആ സമയത്ത് കൈ പൊക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പുഷ്പം കയ്യിലുണ്ടെന്ന് മനസ്സാ വിചാരിച്ചുകൊണ്ട് ആക്ഷൻ മാത്രം കാണിക്കുക. പുഷ്പം നമഃ 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 എന്ന് ആക്ഷൻ കാണിച്ചാൽ മതി. പുഷ്പം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മാനസികമായി സങ്കല്പിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക. ഇതാണ് മാനസ പൂജ എന്ന് പറയുന്നത്. മനസ്സ് പെട്ടെന്ന് ഭഗവാനിൽ ലയിപ്പിക്കാനോ ഭഗവാനായിട്ട് താതാത്മ്യം പ്രാപിക്കുവാനോ സാധാരണ ഭക്തന് സാധ്യമല്ല. ഭക്തിയെ കുറേശ്ശെ 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 കയറ്റി കൊണ്ടുവരാൻ. സാധാരണ ഭക്തന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് നമുക്ക് കുറച്ചു നേരം ജപിക്കാം, ഞാൻ ജപിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ജപിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ കുറച്ച് സമയം നിങ്ങൾ ജപിച്ചതിന് ശേഷം പിന്നെ അത് സാവധാനം ഇല്ലാതെയാകും. ചുണ്ട് മാത്രമേ അനങ്ങുന്നുള്ളൂ. ചിലർ ഉറക്കം തൂങ്ങുകയും ചെയ്യും. അപ്പോൾ എന്ത് വേണം? ചെറുതായിട്ട് അതിൽ സംഗീതം പ്രയോഗിക്കുക. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഞാൻ ഇങ്ങനെ ചൊല്ലിത്തരാം, നിങ്ങൾ കൈകൊട്ടിപ്പാടിക്കോളൂ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമ്മൾക്കത് കൈകൊട്ടി അതിൽ ജയിക്കുവാൻ തോന്നും. അതിലൊരു ചെറിയൊരു സംഗീതം കൊടുക്കുക. ഇങ്ങനെ സാധാരണക്കാർക്ക് ഭജനയിൽ കൂടി ഭക്തി വർദ്ധിക്കും. എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞതിന് ശേഷം, കണ്ണടച്ചതിന് ശേഷം ചിലർ കണ്ണ് തുറന്നു. അവർക്ക് കണ്ണടച്ചിരിക്കാൻ സാധ്യമാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവരുടെ കുറ്റമല്ല, അവർക്ക് അത്രയും സംസ്കാരമേ ഉള്ളൂ. കഴിഞ്ഞ ജന്മത്തിൽ ഉപാസിച്ചു വെച്ചിരിക്കുന്ന ആ ദേവതയുടെ അനുഗ്രഹം മുഴുവനും ശതമാനം അവർക്കില്ല. അവരുടെ കുറ്റമല്ല. അവർ ഈ ജന്മത്തിൽ കൂടുതലും നാമജപങ്ങൾ ചെയ്ത് ഇനി ഒരു ജന്മം അവർക്കില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകണമെങ്കിൽ തീവ്രമായിരിക്കുന്ന ഭക്തിയാണ് ദേവതയിലേക്ക് അർപ്പിക്കേണ്ടത്.
അപ്പൊ അത് സംഗീതത്തിൽ കൂടിയാണ്. പിന്നെ നമ്മൾ ആ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തുന്ന സമയത്ത് സപ്താഹ ആചാര്യൻ കീർത്തനങ്ങൾ പാടും, സംഗീത ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് പാടും. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു അനുഭവം നമുക്കൊന്ന് അനുഭവിക്കാൻ നോക്കാം. ഗുരുവായൂരേക്ക് നമ്മൾ പോവുകയാണ്, എല്ലാവരും കൂടി പോവുകയാണെന്ന് സങ്കല്പിക്കുക. അവിടെ ഗുരുവായൂർ എത്തിയെന്നും വിചാരിക്കുക. ഗുരുവായൂർ നടയിൽ നിന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും എത്തിയതിനു ശേഷം ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ 120 ദിവസമായിട്ട് ഭഗവാനെ ഞങ്ങൾ വിളിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ ഒരു ദേവിയുടെ കൂടെ ഭഗവാനെ ചിന്തിക്കേണ്ട വ്യാഴാഴ്ചകളിൽ പോലും ഞങ്ങൾ സഹസ്രനാമം വായിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, ഭഗവാനെ ഞങ്ങളോട് ക്ഷമിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ ലയിച്ചു ചേരാൻ പോവുകയാണ്. അതിനൊരു ചെറിയൊരു സ്തോത്രം, ഒരു കീർത്തനം പാടുകയാണ്. എല്ലാവരും കണ്ണടച്ചിരിക്കുക, ഗുരുവായൂർ എത്തിയെന്ന് സങ്കല്പിക്കുക. എല്ലാവരും അവിടെ ഭഗവാന്റെ മുമ്പിലുണ്ട്. ഞങ്ങളിപ്പോൾ ഗുരുവായൂർ നടയിൽ നിൽക്കുക, ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കണ്ണിങ്ങനെ അടച്ചിരിക്കുക. എല്ലാവരും കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞ സമയത്ത് 2-3 അമ്മമാർ കണ്ണടച്ചിട്ടില്ല. ഇപ്പോൾ കണ്ണടയ്ക്കണമെന്നാണ് അവരോട് പറഞ്ഞത്. തിരുവനന്തപുരത്തുള്ള ഒരു അമ്മ കണ്ണടച്ചിട്ടില്ല, അമേരിക്കയിലുള്ള ഒരു വല്യമ്മ കണ്ണടച്ചിട്ടില്ല, തൃശ്ശൂരുള്ള ഏതോ ഒരു ചേട്ടൻ കണ്ണടച്ചിട്ടില്ല. എല്ലാവരും കണ്ണടയ്ക്കുക, ഭഗവാനെ മനസ്സിലങ്ങോട്ട് ചിന്തിക്കുക. പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. വാതാലയേശന്റെ പൊന്നു തിരുമേനി കേശാദിപാദാന്തം ചിന്ത ചെയ്ത്, ഓടക്കുഴലു വിളിച്ചു നടക്കുന്ന ഓമന പൈക്കളെ മേച്ചു നടക്കുന്ന ഓരോ മനസ്സിലും ഓടിക്കളിക്കുന്ന ഓമനക്കുട്ടനെ ചിന്ത ചെയ്ത്, പീലിത്തിരുമുടി കെട്ടിയൊരുങ്ങിയ പിച്ചകമാലകൾ ചാർത്തിയൊരുങ്ങിയ പീതാംബര ചേല ചുറ്റിയൊരുങ്ങിയ പിഞ്ചിളം പൈതലെ ചിന്ത ചെയ്ത്, വൃന്ദാവനത്തിലായി പൂത്തു നിന്നിടുന്ന മന്ദാര ശാഖയിലൂയലാടും ചെന്താമരപ്പൂവിൻ മാലയണിഞ്ഞൊരു നന്ദകുമാരനെ ചിന്ത ചെയ്ത്, ആരുമറിയാതെ വെണ്ണകട്ടുണ്ണുന്ന ആരമ്യമൂർത്തിയാം നിന്റെ രൂപം, ആലീലയാകുമെൻ മാനസം തന്നീലായി ആലേഖനം ചെയ്ത് ചിന്ത ചെയ്ത്, കാളിന്തിയാറ്റിലായി നീന്തിക്കളിക്കുന്ന കാർമൂക്കിൽ വർണ്ണനാം കണ്ണനുണ്ണി, കാത്തരുളിടണം എന്നാളും എന്നൊരു പ്രാർത്ഥനയോടെ ഞാൻ ചിന്ത ചെയ്ത്, ജീവിതമാകുമവൽക്കിഴിയേന്തി ഞാൻ തിരുനട പോകുന്ന വേളയതിൽ പഴയ സതീർത്ഥ്യനെ കണ്ടൊരു മാത്ര നീ ആലിംഗനം ചെയ്ത ചിന്ത ചെയ്ത്, സന്താപമാകെയും മാറ്റിയിടും ദിവ്യമാം സന്താന ഗോപാലമൂർത്തിയാം നീ, സന്തതം സാനന്ദമോടെ എൻ ചാരത്ത് സത്സംഗഭാവത്തിൽ ചിന്ത ചെയ്ത്, വന്നു നിന്നിടുന്ന ചിന്ത ചെയ്ത്, സന്താപമാകെയും മാറ്റിയിടും ദിവ്യമാം സന്താന ഗോപാലമൂർത്തിയാം നീ, സന്തതം സാനന്ദമോടെ എൻ ചാരത്ത് വന്നു നിന്നിടുന്ന ചിന്ത ചെയ്ത്. ഇനി കണ്ണു തുറക്കാം. അപ്പൊ ഭഗവാൻ ഇത്രയും നാളും വിളിക്കാത്ത ഭഗവാന്റെ ഒരു ദേഷ്യമുണ്ടെങ്കിൽ അത് തീർന്നതായിട്ട് സങ്കല്പിക്കും.
ഇനി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഈ സ്തോത്രം നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ശിവ എന്നാണ് തുടങ്ങിയത് ആദ്യം ശങ്കരാചാര്യൻ. ഇവിടെ ശിവ എന്ന ദേവിയെ സ്മരിച്ചുകൊണ്ട് ശ്യാമളയായിരിക്കുന്ന, മീനാക്ഷിയായിരിക്കുന്ന, സുന്ദരേശ്വരന്റെ സാക്ഷിയായിരിക്കുന്ന, ശങ്കരിയായിരിക്കുന്ന, പാമരമോചനയായിരിക്കുന്ന പണ്ഡിതന്മാരാക്കി തീരുന്ന ആ മുലപ്പാൽ കൊടുത്ത സമയത്ത് പണ്ഡിതനായി മാറി. അങ്ങനെയുള്ള അല്ലയോ ദേവി, പങ്കജലോചനി, താമരയുടെ ഇതളിന്റെ ഭംഗിയുള്ള ദേവി, പത്മാസന വാണി ഹരി ലക്ഷ്മി വിനുതയെ, സരസ്വതിയും ലക്ഷ്മിയും നമസ്കരിക്കുന്ന ആ ശിവയെ, ശാംഭവിയായിരിക്കുന്ന ശിവയെ, ശിവേ എൻ്റെ അടുത്തേക്ക് വരിക, ഇതാണ് സങ്കല്പം. ശ്യാമളേ മീനാക്ഷി സുന്ദരേശ്വര സാക്ഷി ശങ്കരി ഗുരുഗുഹ സമുദ്ഭവേ ശിവേ വാ, പാമരമോചനി പങ്കജലോചനി പത്മാസനവാണി ഹരിലക്ഷ്മി വിനുതേ ശാംഭവി ശ്യാമളേ മീനാക്ഷി. നഗുമോകലവാണി നാമരുണി ജഗമേലു ശൂരുനി ജാനകി വരുണി ദേവാദിദേവുനി ദിവ്യ സുന്ദരുണി ശ്രീവാസുദേവുനി സീതാരാഘവുനി സുജ്ഞാനനിധിനി സോമ സൂര്യലോചനുനി അജ്ഞാനതമമുനു അണചൂ ഭാസ്കരുനി നിർമ്മലകാരുണി നിഖിലാഖ അരുണി ധർമാതിമോക്ഷംബു ദയചേയു ഖനുനി ബോധതു പലുമാരു പൂജിംചി നേനാ രാധിം തു ശ്രീത്യാഗ രാജസന്നുതുനി നഗുമോകലവാണി നാമനോഹരുണി ജഗമേലു ശൂരുനി ജാനകി വരുണി. മധുവചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിക്ക് വാക്ക് നൽകുക. ഇത്രയും പറഞ്ഞു 100 ശ്ലോകങ്ങൾ ഇവിടെ ദേവതയുടെയും ആചാര്യസ്വാമികളുടെയും മുമ്പിൽ മാനസിക പുഷ്പങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. ഇനിയും ചില സംശയങ്ങൾ ചിലർ എഴുതി ചോദിക്കുന്നുണ്ട്. ഇത് ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാം. ഇത്രയും ദിവസങ്ങളിലായി ഈ ക്ലാസ് സംഘടിപ്പിച്ചു തന്ന ഉപാസന മണ്ഡലിയുടെ സംഘാടകർ, ആ സന്യാസി ശ്രേഷ്ഠന്മാർക്ക്, ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകര് അജയ് കുമാർജി, ഷൺമുഖാനന്ദ്ജി, ഉണ്ണികൃഷ്ണജി, വിമൽജി, കുറെ പേര് ഇതിൻ്റെ ഉള്ളിൽ, ശർമാജി, കുറെ പേരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും, ഇത് കേട്ടിരുന്ന ഭക്തജനങ്ങൾക്ക്, ഇനി യൂട്യൂബിൽ കൂടി കേൾക്കാൻ പോകുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ദേവതയുടെ പേരിലും ഗുരുവിന്റെ പേരിലും എല്ലാ സ്വാഗതവും വന്ദനവും ധന്യവാദവും സമർപ്പിക്കുന്നു. പുനഃസന്ദർശനാർത്ഥം വയം ഗമിഷ്യാമഹ. എല്ലാവർക്കും നമസ്കാരം. ആചാര്യൻ കഴിഞ്ഞോ? എല്ലാവരും പോകുന്നതിന് മുൻപ് ഇന്ന് നമ്മുടെ
ഇത്രയും ദിവസത്തെ ഒരു യജ്ഞത്തിന്റെ അവസാനം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവസാനത്തിന്റെ തുടക്കത്തിന്റെ അവസാനം എന്നാ പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് ഒരു വാക്ക് പറയാറുണ്ട്, ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ ബിഗിനിങ് എന്ന് പറയാറുണ്ട്. ഇത് തുടക്കം മാത്രമാണ് ശരിക്കും. നമ്മുടെ ഇത്രയും വളരെ ദിവസങ്ങളെ തുടർച്ചയായി നമുക്ക്, ഞാൻ ഒരു വാചകം മാത്രമായിട്ട് ഇപ്പൊ ഒരു അമ്മ എനിക്ക് അയച്ചെന്ന്, ജ്യോതിഷിയുടെ ക്ലാസ് വീണ്ടും സംഘടിപ്പിക്കണേ ജി എന്ന്. ആ ഒറ്റ വാചകത്തിൽ ഈ ഇരിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മനസ്സാണത് കാണുന്നത്. അപ്പൊ ഇത്രയും ദിവസങ്ങള് നമ്മുടെ കൂടെ നമുക്ക് എത്രയും നല്ല രീതിയിൽ ജ്ഞാനവും ഭക്തിയും നിറച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളിലൂടെ വിശദീകരിച്ച് ദേവിയെ നമുക്ക് പരിചയപ്പെടുത്തിയെന്ന് അടുപ്പിച്ചു തന്ന, ദേവിയിലേക്ക് നമ്മെ അടുപ്പിച്ചു കൊണ്ടി തന്ന, അതൊരു മാർഗം തുറന്നു തന്ന, നമ്മളല്ലേ എല്ലാം ബ്രഹ്മം തന്നെയാണ് സാക്ഷാത് ഗുരു, സാക്ഷാത് പരബ്രഹ്മ. നമ്മൾ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ഗുരുവിൽ കൂടി വേണം. അതിന് അനുയോജ്യനായിട്ടുള്ള ഗുരുവിനെ നമുക്ക് ലഭിച്ചത് നമ്മുടെ സുഹൃതം കൊണ്ട് തന്നെയാണ്. നമുക്ക് വളരെ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ വളരെ നല്ല രീതിയിൽ ജ്ഞാനവും ഭക്തിയും എല്ലാം പകർന്നു തന്ന ആചാര്യന്റെ നേരിട്ടിട്ട് നമുക്ക് ഈ ഓൺലൈനിൽ അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് ദേവി ത്രിപുര സുന്ദരിയുടെ സാക്ഷാത് പ്രതീകമായി തന്നെ പ്രത്യക്ഷ രൂപമായി സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ജ്യോതിഷിയെ, നമ്മുടെ ആചാര്യനെ പ്രണമിക്കാം. അതുപോലെ തന്നെ എനിക്കും ഇതൊരു മഹാഭാഗ്യം, നിങ്ങളോടൊപ്പം തന്നെ ഇത് മനസ്സിലാക്കാനും പഠിക്കാനും ഒരു അവസരം ലഭിച്ചതിന് വളരെ നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിന്റെ അവസാനം എന്ന് പറയുന്ന അവസാനമല്ല, തുടക്കം തന്നെ. മറ്റന്നാൾ 19-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന ആ ഉപാസന യജ്ഞത്തില് നമുക്ക് എല്ലാവർക്കും നമ്മളുടെ സൗകര്യം അനുസരിച്ച് അടുത്തുള്ള അമ്പലത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ, ചിലർ സംശയം ചോദിക്കാറുണ്ട്, ആ സമയത്ത് പറ്റിയില്ലെങ്കിലോ ഒരു തടസ്സവുമില്ല. സാധിക്കുമെങ്കിൽ 5 മണിക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ആ പരിപാടിയോട് ഒപ്പം ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും ചേർന്ന്, അതുമല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്ന് ചെയ്യാം. ഗുരുനാഥൻ സൂചിപ്പിച്ചതുപോലെ മാനസ പൂജയായിട്ട് ചെയ്യാം. ഏതാണോ സൗകര്യമെങ്കിൽ ചെയ്യാം. അവനവരുടെ സൗകര്യം അനുസരിച്ച് ദേവിയിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ഈ യജ്ഞം നമുക്ക് ഒരു അവസാനിപ്പിക്കുകയല്ല, തുടർച്ചയായി ദേവി ഭക്തിയുടെ ഭാഗമായി തീരട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആചാര്യനും മുമ്പിലും പാദ നമസ്കാരം ചെയ്യേണ്ട. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി, ഒരു ആചാര്യൻ ഒരു സ്തോത്രം എടുത്തതിന് ശേഷം ഒരു ദക്ഷിണ കൊടുക്കുന്ന സമ്പ്രദായം, എന്നാലേ പൂർണ്ണമാകും. ഇവിടെ ദക്ഷിണ എന്നത് ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും എൻ്റെ മരണം വരെ ഞാനിത് പാരായണം ചെയ്യുകയും ഞാനിത് പഠിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വ്യവസ്ഥയാണ് ഇതിന്റെ ദക്ഷിണ. എല്ലാവരുടെയും ദക്ഷിണ ഞാൻ സ്വീകരിച്ചതായിട്ട് കണക്കാക്കുന്നു. ദക്ഷിണ ദേവിയുടെ മുമ്പിലാണ് കൊടുക്കേണ്ടത്. ദേവി എല്ലാ ദിവസവും ഞാനിത് പാരായണം ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നതും ഇതിന്റെ അർത്ഥബോധത്തോടുകൂടി ജീവിക്കുന്നതും ഞാൻ ഒരാളായിരിക്കും ദേവി. ഇതാണ് എല്ലാവരുടെയും ആ വ്യവസ്ഥയും ഇവിടെയുള്ള ഉറപ്പ്. അതുകൊണ്ട് നാളെ മുതൽ തുടങ്ങിക്കൊള്ളുക. ഇന്ന് അവസാനമല്ല, ആദ്യത്തെ സ്റ്റെപ്പ് കയറി തീരുക എന്ന അവസാനം മാത്രമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കയറി കഴിഞ്ഞു. അത് കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ. നമസ്കാരം. നമസ്കാരം. ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ സഹസ്രാരകമലേ സതതം വിഹരരഹസി ധന്യേ ശിവാകാര നിജമഞ്ച വിലസിതേ ചിദാനന്ദമുദിതേ ശരണ്യേ ചിദാനന്ദമുദിതേ ഭവാനി മയി ദാസേ ദൃഷ്ടിം വിതരത്തെ സകരുണാം നിജസായുജ്യപദൈകവിതരണാം നിഖിലദുഃഖതരണാം ഐഹിക നിഖിലദുഃഖതരണാം ഭവതു മേ വിലസിതം സപര്യാവിരചനം തവ ശിവേ
समकरनिपातहिमकरसमानदृशा स्नपय कृपया मामपि दृशा स्नपय कृपया अनेन धन्यमिमं मन्ये धरणिधरसुकन्ये तव स्तन्यमधुरास्वादनसुख निरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितम् जय जय शिवदयिते हरिहरविरिञ्चनुतचरिते कारय मां कृतपुण्यं तव गुणगानरतं महि